ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹയർ സെൽഫ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നും നിങ്ങളുടെ ഹയർ സെൽഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് ആ ഒരു ഹയർ എനർജിക്ക് ഈ ഒരു സമയം നിങ്ങളടുത്ത് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളുടെ ഫ്യൂച്ചറിന്, നിങ്ങൾ പോകാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും പോകാനിരിക്കുന്ന ആ ഒരു ഫ്യൂച്ചറിന് നിങ്ങളടുത്ത്, ആ ഒരു ഫ്യൂച്ചർ ഹയർ സെൽഫിന് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളതായിട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഫ്യൂച്ചറിന് നിങ്ങളടുത്ത്, നിങ്ങളുടെ ഓരോ ഫ്യൂച്ചറിനും, ഓരോരുത്തരുടെ ഫ്യൂച്ചറിനും നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു പൈൽ ഏതാണ്, ആ ഒരു പൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാതാണ്. ഇതാണ് ഒന്നാമത്തെ പൈൽ. നമ്പർ ഫസ്റ്റ് പൈൽ ഇതാണ് ഒന്നാമത്തെ പൈൽ ഇതാണ്. രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്നത് ഈ ഒരു പൈലാണ്. രണ്ടാമത്തെ പൈൽ ഇതാണ് സെക്കൻഡ് പൈൽ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കിതിൽ നിന്നും കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പൈൽ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പപ്പിക്കുട്ടി ഏതാണ്, ഡോൾ ഏതാണ്, ആ ഒരു ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ്. അതായത് നമ്പർ ഫസ്റ്റ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പൈൽ നമ്പർ ഫസ്റ്റ്, പൈൽ നമ്പർ ഫസ്റ്റ്, യെസ്, ഒന്നാമത്തെ പൈൽ. അപ്പം ഈ ഒരു പൈൽ നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നി നിങ്ങൾ എന്തെങ്കിലും തേടിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു പെയിൻഫുള്ളായ ഒരു വിഷമം, ചില സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, വെറുതെ ഇരിക്കുന്ന സമയത്തിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ വേസ്റ്റായിപ്പോയി, എന്തൊക്കെയോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, ഞാൻ സെലക്ട് ചെയ്തതിൽ ഒന്നും ഇല്ലേ, ഞാൻ ചൂസ് ചെയ്ത പാത ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻസ് ശരിയാണോ, ആ ഒരു സിറ്റുവേഷൻ, നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വിഷമം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ എൻഡിങ്, ചില കാര്യങ്ങൾ ലൈഫിൽ നിന്നും എൻഡായതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടും പെയിൻഫുള്ളാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലാണ് നിങ്ങൾ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, ഒരു മാവിൽ നിന്നും ഒരു 2-3 മാങ്ങ പൊഴിഞ്ഞ് വീണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ അകത്ത് ഇനിയും ഉണ്ടാവും. ഓക്കെ, അത് ഫ്യൂച്ചറാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച്, ചില ആൾക്കാരെ സംബന്ധിച്ച് കുറേ എൻഡിങ് സിറ്റുവേഷനാണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിൻ്റെ പേര്, എന്തൊക്കെയോ ലോസ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ പെയിൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത പാതയോ തിരഞ്ഞെടുത്ത പേഴ്സണോ തിരഞ്ഞെടുത്ത സിറ്റുവേഷൻസോ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അവിടെ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത പേഴ്സൺ കറക്റ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ലൈഫിൽ പോകേണ്ട വഴി ഇത് തന്നെയാണോ, പക്ഷേ എന്തൊക്കെയോ പെയിൻ ആവുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു എനർജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മിസ്സിങ് ഫീൽ തോന്നും, എന്തൊക്കെയോ തേടുന്നുണ്ട്. ചില ആൾക്കാർക്ക് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണോ, സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള സംഭവങ്ങളാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തൊക്കെയോ പെയിൻ അനുഭവിച്ചൊരു ഒരു ലൂപ്പിൽ പെട്ട സിറ്റുവേഷൻ. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ലൂപ്പായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കറക്റ്റ് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. രാവിലെ എണീക്കുന്നു, വേക്കപ്പ് ആവുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഡെയിലി ഇത് തന്നെയാണ് സിറ്റുവേഷൻസ് നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇതിനൊരു മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങളെ സംബന്ധിച്ച്. ഡെയിലി റുട്ടീന് മാറ്റമില്ല, ലൂപ്പിന് മാറ്റമില്ല, ഡെയിലി റുട്ടീൻ സെയിം റുട്ടീനാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പം ആ ഒരു ലൂപ്പ് വിട്ട് പോകണം എന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻസും പെയിൻ ആവുന്നുണ്ട്.
ചില സിറ്റുവേഷനിൽ നിങ്ങൾ പെയിൻ ആവുന്നുണ്ട്. പുതിയതെന്തോ നിങ്ങളുടെ ലൈഫിൽ വേണം, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കണം, പുതിയ പുതിയ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ ഫില്ലിംഗ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ, എന്തൊക്കെയോ ഫുൾഫില്ലമെൻറ്റ് വിഷസ് ഇല്ല. എത്ര ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടും എത്ര യൂണിവേഴ്സിൻ്റെ അടുത്ത് ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫില്ലിംഗ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫില്ലായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫില്ലിംഗ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല. ആ ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മാജിക്കൽ പവർ നിങ്ങളിലോട്ട് കണക്റ്റഡ് ആവുന്നില്ല നിങ്ങളുടെ സോളുമായിട്ട്. നിങ്ങളെ സംബന്ധിച്ച് ചില ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ചില ഡിസ്കണക്റ്റ്, ചില എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസ്കണക്റ്റഡായി, അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡായി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ആ ഒരു തോന്നൽ വിഷമമല്ല, പൊട്ടിക്കരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. ബേഡൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ലൂപ്പ് എൻഡാവുന്ന സമയമാണിത്. ഈ ഒരു ലൂപ്പ് എൻഡാവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ്, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് പുതിയ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു സമയം എൻഡാവും. അപ്പം നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അത് തന്നെയാണ്. ഈ ഒരു സമയം ചില ആൾക്കാരെ സംബന്ധിച്ച് ചില മൂവ് ഓൺ സിറ്റുവേഷനാണ്. മൂവ് ഓൺ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചില ലൂപ്പായിരിക്കാം, ചില നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതായിരിക്കാം, ചില സംഭവങ്ങൾ, ചില റിലേഷൻഷിപ്പ് എൻഡാവുന്നതായിരിക്കും, ചില ഫ്രണ്ട്ഷിപ്പ് എൻഡാവുന്നതായിരിക്കാം, ചില ദുശീലങ്ങൾ എൻഡാക്കുന്നതായിരിക്കാം, ചില സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം അവിടെ ഒരു പെയിൻ ഉണ്ടാവുന്നുണ്ട്, വിഷമിപ്പിക്കും, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളെ ഒളിഞ്ഞു മറന്ന് നിന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ബട്ട് ആ ഒരു ബ്ലെസ്സിങ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുതി വെച്ചേക്കുന്ന നെക്സ്റ്റ് അടുത്ത നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജീവിതം ജീവിച്ച് തന്നെ തീർക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്കറിയാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നിങ്ങൾ ആ ഒരു സമയത്ത് എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിവൈൻ ഹാസ് എ പ്ലാൻ. ഡിവൈൻ ഒരു പ്ലാനുണ്ട്. എൻഡ് ആക്കേണ്ട സിറ്റുവേഷൻസ് എൻഡ് ആക്കാനും തുടങ്ങേണ്ട സിറ്റുവേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ടും ഡിവൈൻ ഒരു പ്ലാനുണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അരോചകമായിട്ടും, ചില സമയം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടും, ചില സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് എന്നറിഞ്ഞൂടാ, അത് ഒരു അലട്ടലുണ്ടാവും, ഒരു സംതൃപ്തിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തോന്നാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സമയം. അത് സമയത്തിൻ്റെ പ്രശ്നം, അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം ഫില്ലിംഗ് ആണ്, എന്തോ ഒരു സാധനം ഫില്ലിംഗ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു സിറ്റുവേഷനിലാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത്. ഫസ്റ്റ് പൈൽസ് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻസ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഫ്രഷ് ആയിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ്സ്, ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റോറി നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് സോളാണ്, മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ഫാമിലി റിലേറ്റീവ്സും കാര്യങ്ങളുമെല്ലാം കാർമിക്കും കാര്യങ്ങളൊക്കെയാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ചില കാർമിക് ബന്ധങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സും, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സും, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പം നിങ്ങൾ ഉള്ളിൽ നിന്നും കൊണ്ട് തന്നെ ആ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും കൊണ്ട് തന്നെ ആ ഒരു വിഷമം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് നിങ്ങളുടെ വിധി, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ്, നിങ്ങളുടെ സോള്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നമ്മളുടെ സ്റ്റോറി എഴുതി കഴിഞ്ഞു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ലൂപ്പിലാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് മേളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. വിധിക്ക് അനുസൃതമായിട്ട്, അല്ലെങ്കിൽ വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിധി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിയോഗം എന്ന് പറയുന്നത് അതിലെത്തിപ്പെടേണ്ട ചില സിറ്റുവേഷൻസ്. അപ്പം കർമ്മ റിലേറ്റഡ് ആയിട്ട് ചില ആൾക്കാരിൽ നിന്നൊക്കെ ചില പെയിനുകൾ അനുഭവിക്കേണ്ടി വരും, ചില സിറ്റുവേഷനിൽ നിന്നൊക്കെ ചില മാറി നിൽക്കേണ്ടി വരും, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി നിൽക്കേണ്ടി വരും. ഫ്രഷ് ആയിട്ടുള്ളൊരു ന്യൂ സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നു പോകാനുള്ള കുറേയധികം സിറ്റുവേഷൻസ് ഓൾമോസ്റ്റ് വന്നു പോയി. ബട്ട് ഇനി വരാനുള്ള സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ തുടക്കം. ഒരു പുതിയൊരു കാലചക്രം മാറിക്കറങ്ങുന്നതിനൊപ്പം തന്നെ മനുഷ്യൻ്റെ വിധിയും മനുഷ്യൻ്റെ കാലചക്രവും മാറിക്കറങ്ങും.
അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് കാലചക്രം മാറിക്കറങ്ങലാണ്. അപ്പം കാലചക്രം മാറിക്കറങ്ങുന്നതിനനുസരിച്ച് പുതിയ യുഗം പിറക്കും. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും, അല്ലെങ്കിൽ നിങ്ങൾ 1ാം ക്ലാസ്സിലും, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിലും കണ്ട ഫ്രണ്ട്സോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസോ, ആ ഒരു അനുഭവം, ആ ഒരു ഫിലിം ഫീൽഡോ, അല്ലെങ്കിൽ ആ ഒരു എനർജിയോ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല ഈ ഒരു സമയം. നിങ്ങളെ സംബന്ധിച്ച് ന്യൂ എനർജിയാണ്. പണ്ട് കിട്ടുന്ന വൈബോ കാര്യങ്ങളൊന്നും ചില കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കിട്ടുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. മേ ബി നിങ്ങൾ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് വിചാരിച്ച് വെച്ചിരിക്കുന്ന, നിങ്ങളുടെ സോൾ ആഗ്രഹിച്ച ഏതോ ഒരു പോയിന്റിലൂടെ നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. എ വെരി പോസിറ്റീവ് ചേഞ്ചസ് ആണ് അതിലുണ്ടാകുന്നത് ഇൻ യുവർ ലൈഫ്. വെരി പോസിറ്റീവ് ചേഞ്ച്. അത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു വ്യക്തിയായിരിക്കാം, കരിയർ റിലേറ്റഡ് ആയിട്ട് മാറുന്ന ചില ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഫിനാൻഷ്യൽ ലെവലിൽ നിങ്ങൾക്കുണ്ടാവുന്ന ബൾക്കിംഗ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വല്ല ലോട്ടറി അടിക്കുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകേണ്ട ഈ ഒരു പാഠം, ആ ഒരു ലെസൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഉടനെ തന്നെ, ഒരു പോസിറ്റീവായിട്ടുള്ള ലെസൺ നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ഡിവൈനായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻസ് എന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും കേട്ടോ. ചില സിറ്റുവേഷൻസിൽ നിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, പെയിനായിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കത്തില്ല. നിങ്ങൾക്കത് ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്തിലൂടെ നിങ്ങൾ എത്തിപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ കടക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മേ ബി നിങ്ങളൊരു ട്രാവലിന് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള, ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഏതോ ഒരു സ്ഥലത്തോട്ട്, അല്ലെങ്കിൽ ഒരു ട്രാവൽ നിങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒറ്റയ്ക്കായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു ഇതായിരിക്കാം. അത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു യാത്ര പോകേണ്ടി വരും. അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും, അതുവഴി പരിചയപ്പെടുന്ന ആൾക്കാരും കാര്യങ്ങളും, നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷൻസ് വഴി നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അതുവഴി നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില സിറ്റുവേഷൻസ്, സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടും. സോൾ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സോൾ കണക്ഷൻ ഉണ്ട്. ഈ പൂച്ചകളെന്ന് പറയുന്നത് പൂച്ചകളുടെ കൂടെ മാത്രമേ ചേരുള്ളൂ. അതുപോലെ തന്നെ സിംഹം പോയിട്ട് ആനയുടെ കൂടെ കൂട്ടുകൂടില്ല. പുലി പോയിട്ട് സിംഹത്തിനോട് കൂട്ടുകൂടില്ല. അതിനൊരു ഗ്യാങ് ഉണ്ട്, അതിനൊരു സോൾ കണക്ഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് ഭയങ്കര സെൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കത് അറിയാൻ പറ്റും. അവരുടെ സോൾ കണക്ഷൻ, അവരുടെ ആ ഒരു സെൻസ് അവർക്ക് അറിയാൻ പറ്റും. അവർ ആ ഒരു ഫാമിലിയുമായിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ. അപ്പം അതേപോലെ നിങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളടുത്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹ്യൂമനെ തന്നെയാണോ തേടുന്നത്, നിങ്ങളെ സോളിനെ തന്നെയാണോ തേടുന്നത്? ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റിംഗ് പീരീഡാണ് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട്. വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഡിവൈൻ അവരിവിടെ കളിപ്പിക്കുന്നുണ്ട്. ഡിവൈൻ കളിപ്പിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടാനുള്ള ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എത്തിയിട്ടില്ല. ആ ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും 50-60 വയസ്സായി, ഇതുവരെയും എൻ്റെ സമയം തെളിഞ്ഞില്ല, എന്തോന്ന് ഇത് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കും. ടൈം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സമയം വരണം. 50-60 വയസ്സ് എന്നല്ല, ആ ഒരു സമയം 50-ലും വരും, 60-ലും വരും, 70-ലും വരും, ഏത് ടൈമിലും വരും. ആ ഒരു സമയത്തുണ്ടാവുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാവുന്ന ഒരു എനർജി, അതാണ് നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും.
നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത് ഇമോഷണലായിട്ടുള്ള ലോസാണ്, ഭയങ്കര നഷ്ടങ്ങളാണ്. ബട്ട് അതേ ഡിവൈൻ നിങ്ങൾക്ക് പറയുന്നുണ്ട് എ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഡിവൈൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഡിവൈൻ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നിങ്ങൾ ഫീൽ ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവിടെയൊക്കെ നിങ്ങളെ കൊണ്ടുപോയി അതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. ഞാൻ ഇന്നിവിടെ ടൈം ട്രാവലിരുന്ന് പറയണം നിങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ ഫ്യൂച്ചർ, ആ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയണം. നിങ്ങളുടെ ഫ്യൂച്ചർ, ആ ഒരു ഫ്യൂച്ചർ, അതായത് ഞാൻ ഈ പറയുന്ന ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണ്. ടൈം ട്രാവൽ ചെയ്ത് എ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ഈ പറയുന്ന ഡിവൈൻ കൊണ്ട് നിർത്തും. റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങൾ ഫീൽ ചെയ്യാത്തത് എന്താണ്, നിങ്ങൾക്ക് കിട്ടാത്തത് എന്താണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം എന്താണ്. മേ ബി നിങ്ങൾക്ക് അവരുടെ നീഡ്സിന് വേണ്ടി, ഓപ്പോസിറ്റ് നിൽക്കുന്ന നീഡ്സിന് വേണ്ടിയൊക്കെ ഓരോരുത്തർ വന്ന് നിങ്ങളെ യൂസ് ചെയ്ത് പോയിക്കണം. ബട്ട് നിങ്ങളുടെ പ്രാണൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ ആഗ്രഹിച്ച ആ ഒരു ഫാൻറ്റസി വേൾഡ്, അല്ലെങ്കിൽ ആ ഒരു ഫാൻറ്റസി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഡീപ്പായിട്ടുള്ള അവേക്കനിങ് സിറ്റുവേഷൻസ്, നിങ്ങളെ ആഗ്രഹിച്ച ഏത് പൊസിഷനാണോ നിങ്ങളുടെ ഡിവൈൻ അത് കാണുന്നുണ്ട്, നിങ്ങളുടെ ഹയർ സെൽഫ് അത് കാണുന്നുണ്ട്. വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾക്കും ഒരുപടി മേളിൽ തന്നെയാണ് നിന്നുകൊണ്ട് കാണുന്നത്. ബട്ട് ആസ്വദിക്കുന്നുണ്ട് നിങ്ങളെ പെയിൻ ആക്കുന്നതും, നിങ്ങളെ വിഷമിപ്പിക്കുന്നതും, നിങ്ങളെ സിറ്റുവേഷനിലാക്കുന്നതും ഒക്കെ. ഈവൻ സൈക്കിക് അറ്റാക്ക് വരെ, ഈവൻ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ഹയർ സെൽഫ് ആസ്വദിക്കുന്നുണ്ട്. അത് ആസ്വദിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്യൂച്ചറിലെത്തി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുമ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഫീല് മനസ്സിലാവും, കിട്ടുന്നതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വാല്യൂ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവേക്കനിങ്, സൈക്കിക് എബിലിറ്റീസ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങളുടെ ഡിവൈൻ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോഴും ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്നും ഒരു മെസ്സേജ്, ഒരു ലവ്, ഒരു കെയർ, വീട്ടിൽ എത്തുന്ന ഫീലിലുള്ള ഫ്രീഡം, നിങ്ങൾ ആഗ്രഹിച്ച് എന്താണോ അതൊക്കെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസും വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പാത്രം വെച്ചിട്ട് ചോറ് തരൂ, ചോറപ്പോൾ വരും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കേണ്ട, അത് വരും. ഓക്കെ, ഇപ്പം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓൾമോസ്റ്റ് നിങ്ങളുടെ സോൾ കാണുന്നുണ്ട്, ചില പെയിനുകൾ കാണുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെറുപ്രായം മുതലേ കുറേയധികം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ചെറുപ്രായം മുതലേ ചില സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് കാണത്തില്ല. മേ ബി പലരിൽ നിന്നുമായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ. നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളെ കണ്ണുവിടുന്നുണ്ട്, ഒരുപാട് പേര് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ചില സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നുമില്ല. ഓക്കെ, ബട്ട് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഭയങ്കര ഒരു വൈബാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർഫുൾ വേൾഡാണ്. വണ്ടർഫുള്ളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങളടുത്ത് ആൾക്കാർ സംസാരിക്കുന്നൊരു സമയം വരും. ഇന്നത്തെ സമയം ചിന്തിച്ച് ഒരിക്കലും ഇന്ന് കണ്ടിട്ട് വിഷമിക്കരുത്. പെയിൻഫുള്ളാവും ചില സിറ്റുവേഷൻസ് ഡൗൺ ആവും, ചില ആൾക്കാർ മൂലം ഡൗൺ ആവും, ചില സിറ്റുവേഷൻസ് മൂലം ഡൗൺ ആവും. നമ്മൾ സ്റ്റക്കായിട്ടിരിക്കേണ്ട സിറ്റുവേഷൻസ് വരും ചില സമയത്ത്. നമ്മൾ ഇറങ്ങിപ്പോയി പണിയെടുക്കേണ്ടി വരും.
ടൈം ആകുമ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്നാൽ മതി, സാധനങ്ങൾ താനെ നമ്മളെ കയ്യിലെത്തും. നമ്മൾ പണ്ട് പണിക്ക് പോയി ഉണ്ടാക്കിയ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് എന്താണോ ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അത് നമ്മുടെ അടുത്തോട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങും. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി, അതുപോലെ തന്നെ നിങ്ങളുടെ ഓറ, നിങ്ങളുടെ പോസിറ്റീവ് ഓറ എനർജി, നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന എനർജി, ഒരുപാട് ആൾക്കാർ നിങ്ങളടുത്തോട്ട് വരും. ഒരുപാട് ആൾക്കാർ നിങ്ങളടുത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് ഒരുപാട് ആൾക്കാർ വരും. ഫീലിംഗ് ഗുഡ്, ഫീലിംഗ് ഹാപ്പി നിങ്ങളടുത്തോട്ട്, നിങ്ങളുടെ ഹയർ സെൽഫ്. ഞാൻ സീരിയസ്ലി പറയാണ്, ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഇത് വെച്ചോ, ഒരു മാക്സിമം ഒരു 10, എത്ര ടൈം ഞാൻ പറയുന്നില്ല, ഓക്കെ. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസ് നിങ്ങളെ അൺഹാപ്പി ആക്കിയെന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ വേസ്റ്റ് ചെയ്യുന്ന എനർജി, ഇന്ന് നിങ്ങളെ ലോസ്റ്റ് ആവുന്ന ചില സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ, ഇന്ന് നിങ്ങളെ ഫുൾ ആവുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിയിൽ കൊണ്ടു നിർത്തും. ഇന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നൊരു സമയം വരും. ഭയങ്കരമായിട്ട് ഇന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിഷമിച്ചു, വേറൊരു എനർജി അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്ന ആൾക്കാർ, അവർ തന്നെ നിങ്ങളുടെ അടുത്തോട്ട് ഒരു ദിവസം വരും. ഓക്കെ, അപ്പം ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, നിങ്ങൾ ഡൗൺ ആയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ആർക്കും നെഗറ്റീവ് വരണമെന്ന് ആഗ്രഹത്തില്ല. നിങ്ങളുടെ സോളിൻ്റെ ഒരു വാല്യൂ, നിങ്ങളുടെ ഒരു പർപ്പസ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളടുത്തോട്ട് വരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. ഒരുപാട് ആൾക്കാർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില സിറ്റുവേഷനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ചില സിറ്റുവേഷൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ ചില ട്രോമാപരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതിലാണ് നിങ്ങൾ പെട്ട് നിൽക്കുന്ന ചില സംഭവങ്ങൾ. ദ ബെസ്റ്റായിട്ടുള്ള ഷെയറിങ് നിങ്ങളടുത്തോട്ട് വരും. നിങ്ങൾക്ക് വേണ്ടത് ഷെയറിങ് ആണ്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും വേണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് ഹെൽത്തും വെൽത്തും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വരുന്ന ആൾക്കാരായിട്ടാണ് ഇത് സംബന്ധിച്ച് കാണാൻ വരുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിയേറ്റീവായിട്ടുള്ള, നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ സീരിയസ്ലി നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയാം, നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ 10 മടങ്ങ് കാര്യങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലും 10 മടങ്ങ് നിങ്ങളുടെ ലൈഫിലെത്തും. ഇപ്പം ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില സംഭവങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടി കാണത്തില്ല. ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് ആ ടൈമിൽ കിട്ടി കാണത്തില്ല. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഫ്യൂച്ചറിൽ അതിനേക്കാളും ഒരു ബ്ലെസ്സിങ്സ് വരാൻ വേണ്ടിയിട്ടായിരിക്കും ആ സിറ്റുവേഷൻസൊക്കെ എടുത്ത് മാറ്റുന്നത്. ഡിവൈൻ ഹാസ് എ പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ ഹയർ സെൽഫുമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഹയർ സെൽഫുണ്ട്, നിങ്ങളുടെ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മറിഞ്ഞ് നിന്ന് സഹായിക്കുന്ന നിങ്ങളുണ്ട്. നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന, നിങ്ങളെ കാര്യങ്ങൾ ഇൻഡ്യൂഷൻ തന്ന് കൊണ്ടുപോകണ ആ ഒരു ഹയർ സെൽഫുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു ഹയർ സെൽഫ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട്. ടേക്ക് ടൈം എടുക്കൂ. ആ ടൈം വരുന്ന സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യും. ടൈം വരുന്ന സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും.
ഒരുപാട് പേരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില കഴിവുകളുണ്ട്. ഹീലിംഗ് ആയിരിക്കാം, എനർജി ബേസിലായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരുടെ ഒരു ഡ്രീമായിട്ട് നിങ്ങൾ മാറും ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റ്, സക്സസ്ഫുള്ളായിട്ടുള്ള അബണ്ടൻസ്, പ്രോസ്പിരിറ്റി, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ഹയർ എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ചില പെയിൻഫുൾ സിറ്റുവേഷൻസ് വരും, ചില പെയിൻഫുള്ളായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. ബട്ട് അതൊന്നും നിങ്ങൾ ഇതാവാണ്ടിരിക്കുക, അതിലൊന്നും വിഷമിക്കാണ്ടിരിക്കുക എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. യെസ്, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പം മുതൽ നിങ്ങളുടെ ഹയർ സെൽഫിന് പറയാനുള്ളത് ഈ ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ ഓക്കെയാണ്. അടുത്തതായി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് നെക്സ്റ്റ് സെക്കൻഡ് പൈൽ. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈൽ, സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, രണ്ടാമത്തെ പൈൽ, ഈ ഒരു പൈൽ. അപ്പം നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ നിങ്ങളുടെ ഹയർ സെൽഫിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഹയർ സെൽഫിന് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഒരു ലോസ്റ്റ് സിറ്റുവേഷനിലാണ്. ലോസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിജക്റ്റഡ്, ചില സ്ഥലത്ത് നിന്ന്, ചില ആൾക്കാരിൽ നിന്നും, ചില സിറ്റുവേഷനിൽ നിന്നും, ചില ടൈമിൽ നിന്നും ഒക്കെ ഒരു റിജക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു മടിയായിരിക്കണം നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു എനർജി ഡൗൺ, ഒരു താല്പര്യമില്ലായ്മ, ഒരു ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻസ്. ചില സമയത്ത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് മെച്യൂരിറ്റിയും, ഒരുപാട് എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ജോലിയും കരിയറും ഒക്കെ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഒരു പെയിനുണ്ട്, ഒരു താല്പര്യമില്ലായ്മ, എനർജി ഡൗൺ. ചില സമയം ഭയങ്കരമായിട്ടും വിഷമിച്ച്, ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട് നിങ്ങൾ. ചില സിറ്റുവേഷനിൽ ഒരു ചെറിയൊരു കാര്യം സംഭവിച്ചാൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും അവിടെ ഇമോഷണലി ലോസ് ആവും. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ, അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നോ നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. ചില സമയത്ത് അത് ഭയങ്കര ഡൗൺ സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡഡ് ആവും. നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടും ഇമോഷണലി ഒരു ഡൗൺ വരുന്ന സമയത്ത് ചില ആൾക്കാരിൽ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കരമായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കഴിവുള്ള, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള, യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ഭയങ്കരമായിട്ടും അറിയുന്ന ഒരാളാണ്. 9 to 5 ആ ഒരു ജോലിയും കാര്യങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാരെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കൂടുതലധികം ആൾക്കാരും. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ, ചില വാക്കുകൾ, ചില ആൾക്കാരിൽ നിന്നും ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻസ്, ചില ഇമോഷണലായിട്ടുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും വിഷമിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കരമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഭയങ്കരമായിട്ടും എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ബട്ട് ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്, അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുമോ, ആ ഒരു ലൂപ്പിൽ ഒരു ലൂപ്പിൽ കയറ്റാൻ ഭയങ്കര എളുപ്പമാണ്. കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസിലായാലും മറ്റൊരാളുടെ ഡിപ്പെൻഡഡ് ആക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കിയാലും അവിടെ വീണു പോകുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ അംഗീകാരം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ നിന്നും, നിങ്ങൾ എത്തിപ്പെടുന്ന സിറ്റുവേഷനിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ, റിവാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ അംഗീകരിക്കുന്നില്ല. എവിടെ നിന്നോ അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിൽ പെയിനാവുന്നുണ്ട്.
ചില സിറ്റുവേഷൻസിൽ ഡിപ്പെൻഡായി നിൽക്കേണ്ടി വരുന്നു. ചില അൺവെയിൽഡ് ആയിട്ടുള്ളൊരു ടൈമിൽ വെറുതെ അവിടെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസിൽ ആയി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. അല്ലെന്നുണ്ടെങ്കിൽ മേ ബി അത് നിങ്ങൾ നിൽക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കത്തില്ല. നിങ്ങൾ ഈ വിധിപ്രകാരം എത്തിയതായിരിക്കാം, ചെയ്യേണ്ട ജോലി ആയിരിക്കത്തില്ല, എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കത്തില്ല. മേ ബി ടൈം അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചു, അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് തിരിച്ചടി വന്ന സമയത്തും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളതിൽ ഉറച്ചു നിന്നു. അവിടെ പൊരുതാനോ കാര്യങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ അവിടെ പൊരുതി നിന്നില്ല. സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ആ ടൈമിൽ നിന്നിട്ട് കാര്യമില്ലെന്നായിരിക്കാം, അല്ലെങ്കിൽ നിന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു അൺകംഫർട്ടബിളാണ് നിങ്ങളവിടെ. അതായത് നിങ്ങളവിടെ ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ റിജക്റ്റഡ് ആക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ ഭയങ്കര ഫെയറായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ടും ഒരു ഡൗൺ ഫെയിലിയർ വരുന്ന സമയത്ത്, ആരും ഇല്ല എന്നുള്ളത് തോന്നുന്ന സമയത്ത് ആരും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാനോ ഇല്ല. പെയിനായിട്ട് അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നറിഞ്ഞുകൂടാതെ. ചില കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്ത് ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു വെയിറ്റിംഗ് പീരീഡ് കാണുന്നുണ്ട്. ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ടൈം എൻഡ് സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ല, ചില കാര്യങ്ങളിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. റിലേഷൻഷിപ്പിൽ ഇമോഷണലി അൺഅവൈലബിളായി. അതായത് റിലേഷൻ ബേസ് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റോ, പണ്ടുണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റിയോ, പണ്ടുണ്ടായിരുന്ന ഒരു ത്വരയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും പെയിൻഫുൾ ആവുന്നുണ്ട്. ആ ടൈമിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വരുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്, ഫിനാൻസ് ഓക്കെ ആയിരിക്കണം, കരിയർ ഓക്കെ ആയിരിക്കണം, ബട്ട് ഉള്ളിലൊരു ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫീല്. ഓക്കെ, ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കോൺഫിഡൻസ് ആണ്, ഓവർ കോൺഫിഡൻസ് ആണ്, ബൾക്കി ആയിട്ടുള്ള എനർജിയാണ്. യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻലി നിങ്ങളുടെ ബോഡി ഷേപ്പ്, ബോഡി ട്രാൻസ്ഫർമേഷൻ, ഭയങ്കരമായിട്ടും ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യോഗ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ശരീര ആകാര വടിവ് ആക്കണം നിങ്ങളെ സംബന്ധിച്ച്. യോഗ, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ സ്പോർട്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഓടാൻ പോവുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എനർജി സ്പ്രെഡ് ആവുന്ന ഏരിയാസാണത്. നീന്താൻ പോവുക, ഓടാൻ പോവുക, നടക്കാൻ പോവുക, ഇതൊക്കെ യോഗ ചെയ്യുക. സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളരി, അങ്ങനെയൊക്കെയുള്ള, അതായത് അഭ്യാസ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കൺട്രോളിൽ വരുത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോൺഫിഡൻസ് വരുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്.
ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. വീട്, അല്ല ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള നാട്ടുകാരെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തൽ, അങ്ങനത്തുള്ള സിറ്റുവേഷൻ ഒരുപാട്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച്, ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് യാതനകളും അനുഭവിച്ച് അതൊക്കെ പൊരുതി നിന്ന് ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെൽഫിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്യൂസ് തരണം ചെയ്യാനുള്ള കെൽപ്പുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ വന്ന ആളാണ്. അതായത് ഇമോഷണലായിട്ടുള്ള ലോസും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും കുറ്റപ്പെടുത്തലും പരിതാപവും എന്താ പറയുക മാറ്റി നിർത്തലും ഒക്കെ വന്നത് കൊണ്ട് തന്നെ അറിയാം ഈ ഒരു സമയം, ഈ ഒരു ടൈം എന്ന് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഫില്ലിങ് സിറ്റുവേഷനാണ്. അതായത് ബോൾഡ് നല്ല ബോൾഡാണ്. ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, അക്സെപ്റ്റൻസ്, അങ്ങനെയുള്ള അക്സെപ്റ്റൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ബിഗ് ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് വന്ന വ്യക്തികളാണ്. ബിഗ് ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് വന്ന വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമയത്തുണ്ടായിരുന്ന ചിന്തകളോ കാര്യങ്ങളോ ഉള്ള ഒരു വ്യക്തിയല്ല. ഇപ്പം നിങ്ങളുടെ പേര് പണ്ട് ആളങ്ങനെ ആയിരുന്നില്ല, ഇപ്പം ഇങ്ങനെ ഇത്ര മാറ്റം വന്നതാക്കി ഇങ്ങനെ ചേഞ്ച് എന്ന് ആൾക്കാർ പറയുന്ന വിധം മാറുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാറാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർമേഷൻ ആവാൻ പറ്റിയ ആൾക്കാരാണ്. ലുക്ക് വൈസ് നിങ്ങളിപ്പം ഏത് ലുക്കിലാണോ നിൽക്കുന്നത് ഇതായിരിക്കത്തില്ല നിങ്ങളുടെ ലുക്ക്. നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫർമേഷനിലെത്തി, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കയ്യിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ അനായാസം ആക്കാൻ നിങ്ങളുടെ ബോഡി നിങ്ങളെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ സോള് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. കാരണം അങ്ങനത്തെ ഉള്ളൊരു ഫീൽഡിലാണ് നിങ്ങൾ എത്താനുള്ളത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഉള്ളൊരു ആയാസമാവണം ആ ബോഡി, അല്ലെങ്കിൽ ആയാസം ആയി വരണം ആ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് ഓറ പവറും ഓറ എനർജിയും സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസും വരത്തുള്ളൂ. ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ എനർജി നമ്മൾ നോക്കില്ലേ, ഇവിടെ നേരത്തെ മടി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഡൗൺ ഫെയിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ബട്ട് ആ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ യോഗ, മെഡിറ്റേഷൻ, ഓട്ടം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അനുഭവിച്ച് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അനുഭവിച്ച് വന്നത് ഓക്കെയാണ്. ബട്ട് ഇനി വരാനുള്ള സിറ്റുവേഷൻസ് തരണം ചെയ്യണ്ടേ. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ടുള്ള വുമനാണ്, സ്ട്രോങ് ആയിട്ടുള്ള ബോയ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്. അപ്പം ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ട്രസ്റ്റ് ചെയ്യുക. ഇവിടെ കാണിക്കുന്നത് എന്താ, ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 മൈൻഡ് സെറ്റ് മാത്രമല്ല ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഹോൾ ബോഡി നിങ്ങളെ കയ്യിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഡിവൈൻ നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കും. ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ 3 ഡയമെൻഷൻ മാറി നിൽക്കേണ്ട ആൾക്കാരാണ്. ഒരുപാട് കർമ്മപരമായിട്ടുള്ള മേഖലകളിൽ എത്തിപ്പെട്ട് ഫെയിം ആവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരുപാട് ട്രാൻസ്ഫർമേഷൻ ആവാൻ പറ്റും ഇവിടെ. ഇവൻ നിങ്ങളുടെ ബോഡിയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ കാണിക്കുന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ സോൾ നിങ്ങളടുത്ത് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ ഡിപ്പെൻഡ് ആവാണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടും. നിങ്ങളുടെ സോളിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്നത്, നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സോളിന് ഇഷ്ടമല്ല. മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കുന്നത് അനുഭവിക്കലാണ് നിങ്ങളുടെ സോളിൻ്റെ താല്പര്യം. മറ്റുള്ളവർ നിങ്ങളെ ഡിപ്പെൻഡ് ആവണം, മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവണം. അതാണ് ഒരുപാട് സംഭവങ്ങൾ ലേൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു സോളാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സബ്ജക്റ്റുകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, സ്കൂൾ കാലം ഓരോന്നും അത്ഭുതത്തോടെ കാണുന്ന എനർജീസാണ്. ഓരോന്നും വൈബായിട്ട്, അല്ലെങ്കിൽ ഓരോന്നും
പ്രകൃതി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം മറ്റുള്ളവർ അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഉള്ള ഹ്യൂമൻ ബീയിങ്ങാണ് സെക്കൻഡ് പേര്. ക്രാഫ്റ്റ്, കഴിവ്, അതുപോലെ തന്നെ എന്താ പറയുക, ക്യാരക്ടർ. നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഓറ, ആ ഒരു എനർജി, ആ ഒരു കോൺസെൻട്രേഷൻ, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന ഒരിതാണ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവർ നിങ്ങളിൽ ഡിപ്പെൻഡഡ് ആവും, അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും വർക്ക് കണ്ടിട്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹയർ സോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുള്ളിൽ കിടക്കുന്ന എനർജി എന്ന് പറയുന്നത് മേ ബി മസ്കുലാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫെമിനൈൻ ആയിരിക്കണം. ബട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റഡ് ആയ ഒരു ക്യാരക്ടർ, അതൊരു അൾട്ടിമേറ്റ് ക്യാരക്ടറാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ലായിരിക്കണം. സ്കില്ലഡാണ്, ഞാൻ പറഞ്ഞില്ലേ, സ്കില്ലാണ്. എല്ലാ കാര്യത്തിനും ഒരു സ്കില്ലുണ്ട്. ഈവൻ നിങ്ങളുടെ എന്താ പറയുക, സംസാരമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുമായിട്ട് സിമിലാരിറ്റി തോന്നും. അതായത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആൾക്കാർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നും. അവരെ അടുപ്പിക്കാൻ പറ്റും പെട്ടെന്ന്. അത് അവരെ മൈൻഡ് ചെയ്യണം അങ്ങനത്തുള്ള സംഭവമൊന്നുമില്ല. അവരൊറ്റ സംസാരിക്കുക പോലും വേണ്ട, പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. ആ ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്. നെഗറ്റീവായിട്ടുള്ള എനർജിയോ കാര്യങ്ങളൊന്നുമില്ല. ഡൗൺ സിറ്റുവേഷൻ അല്ല. ഒരു എന്താ പറയുക, കംഫർട്ട് സോണാണ് ആൾക്കാർക്ക് നിങ്ങളടുത്ത്. ആ ഒരു ഓറയിലോട്ട് എത്തുന്ന സമയത്ത്, അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എത്ര നാൾ വേണോ സംസാരിക്കും, എത്ര വർഷം വേണോ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് ഒട്ടും. അതിനുള്ള ക്യാരക്ടറാണ്. ആരെയും നശിപ്പിക്കാനോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല. ഈഗോയിസ്റ്റിക്കോ അങ്ങനത്തെ ഉള്ള പൊസസീവ്നെസ് ഒന്നും കൂടുതൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങളെ ഫൈൻഡ് ചെയ്യും. നിങ്ങളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്ററായിട്ട് മാറും ഒരു ടൈമിൽ. ഈവൻ നിങ്ങളൊരു അച്ഛനാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അമ്മയാണ് എന്നുണ്ടെങ്കിൽ, ആ മക്കൾക്കും, അല്ലെങ്കിൽ ഒരു ഓഫീസിലാണ്, അല്ലെങ്കിൽ വേറൊരാൾക്കായിരിക്കണം, ഇപ്പം ചേട്ടനോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊരു മെൻറ്ററാണ്. മെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗുരുവാണ്. ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്വഭാവം, ആ ഒരു ഫാമിലിക്ക് ഒരു മെൻറ്ററായിരിക്കണം നിങ്ങൾ. ആൾക്കാർ നോക്കി പഠിക്കും, ഒരുപാട് നോക്കി പഠിക്കാനുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും. അങ്ങനത്തെ ഉള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. മേ ബി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒന്നും കാണത്തില്ലായിരിക്കും, 5 പൈസ പോലും കാണത്തില്ലായിരിക്കും. ബട്ട് സംസാരം, ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്കില്ല്, ആ ഒരു മനോഭാവം, ആ സ്വഭാവം എന്നൊക്കെ ആ ഒരു ചിരിയായിരിക്കണം. അപ്പം ചിലരിൽ കാണുന്നതാണ് പറഞ്ഞത്, ചിലർ അട്രാക്റ്റഡ് ആവും ഒരു മെൻറ്ററായിട്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യും ആൾക്കാർ നിങ്ങളെ ഡിവൈനുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ള ആൾക്കാരിൽ നിങ്ങൾ ഡിപ്പെൻഡഡ് ആവുന്നൊരു സിറ്റുവേഷനിലല്ല. ചില സമയത്ത് ഡിപ്പെൻഡഡ് ആയി പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന വ്യക്തിയല്ല, ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്. ആരടുത്ത് എങ്ങനെ നിൽക്കുന്നു, ഇടയിൽ നിന്ന് കള്ളത്തരം കാണിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഇടയിൽ നിന്ന് കള്ളത്തരം കാണിക്കുന്ന വ്യക്തിയല്ല. ഡീലിങ് ആയിരിക്കും. നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ട് പോയാലേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് ഡീലിങ് ആയിരിക്കും. അതാണ് പറഞ്ഞാൽ സ്കില്ലുണ്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്. ഈവൻ ഞാൻ പറയുന്നില്ലേ, നിങ്ങൾക്കൊരു കഴിവുണ്ട്. ആ കഴിവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കഴിവല്ല. ഇവൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ഫുഡ്, ഇവൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നൊരു ചായ, ഇവൻ നിങ്ങളുടെ കൈപുണ്യം, ഇവൻ ഒരു സാധനം, അത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പവറുണ്ട് നിങ്ങളുടെ കയ്യിൽ. അങ്ങനെ ഒരുപാട് പവറുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കഴിവുള്ള ഒരാളാണ്. ആൾക്കാരൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇഷ്ടമാണ്. എന്താ പറയുക, കോൺസെൻട്രേഷനാണ്. ആ ചെറുപ്രായത്തിൽ വളർന്നു വന്ന, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തിയെടുത്ത, അനുഭവിച്ചു വന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയത് കൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പോയിന്റ് ഇപ്പോഴും നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണം.
ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പോയതൊക്കെ തിരിച്ച് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളല്ല, വരാൻ നിൽക്കുന്ന സാധനങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ്. എനിക്കുള്ളതാണെങ്കിൽ എനിക്കുണ്ട്, എനിക്കില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് പോകും. മറ്റുള്ളവൻ്റെ സാധനം, മറ്റുള്ളവൻ്റെ ഒരു കാര്യം ആഗ്രഹിച്ച്, അന്യൻ്റെ മുതൽ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തിത്വമല്ല. ആരില്ലെന്നുണ്ടെങ്കിലും, എത്ര സിറ്റുവേഷൻസ് ഇല്ലെന്നുണ്ടെങ്കിലും അത് ഓക്കെയാണ്. ഇവിടെ കൂടുതലും കാണിക്കുന്ന ചില ആൾക്കാരുടെ ഹെൽത്ത് ഇഷ്യൂസാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഹെൽത്ത് നിങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടണം. അത് മൈൻഡ് ഹെൽത്ത് ആയാലും, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി, സ്പിരിറ്റ്, എനർജി, ജീന്, ഇതൊക്കെ അനുസരിച്ച് ഒരു പ്യുവർ സോളാണ് കേട്ടോ. എന്താ പറയാനാ, ഇവിടെ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മദർലി എനർജിയാണ്. വ്യക്തമായിട്ടുള്ള സോളിന് ബോധ്യം ഉണ്ട്, വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് വന്നത് എന്തിനാണ്, പോകേണ്ട എന്തിനാണ്. അപ്പം അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. ക്രിയേറ്റിവിറ്റി ആയിട്ട്, പ്രൊഫഷണലിസമായിട്ട്, നീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തതയോടെയും ചടുലതയോടെയും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ 100% ആത്മാർത്ഥത കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചില കാര്യങ്ങൾ മേക്ക് ചെയ്യുന്നത്. ഫുഡ് എല്ലാം ഒരു വലിയ ക്ഷമ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ ഹയർ സോൾ പറയുന്നത് എന്തെന്ന് വെച്ചുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊക്കെ തരുന്ന ബ്ലെസ്സിങ്സ് ആണ്. ടൈം പോകുന്നതോ കാര്യം പോകുന്നതോ ഒരു ഇതില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 വയസ്സ്, ഒരു 60 വയസ്സുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര ഏജോ ആയിരിക്കൊണ്ട് പോട്ടെ, അതിനനുസരിച്ചുള്ള മെച്യൂർഡോ കാര്യങ്ങളായിരിക്കത്തില്ല. അതിന് പുറത്തുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങളായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതായിരിക്കില്ല, ബട്ട് പുറത്തുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. ഹെൽത്ത് സൂക്ഷിക്കണം കേട്ടോ. അതാണ് നമ്മൾ യോഗയും കാര്യങ്ങളെ കാണിച്ചു തരുന്നത്. അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് തരും എന്നാണ് കാര്യം. നിങ്ങളുടെ ഹയർ സെൽഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഹെൽത്തിലാണ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഫുഡ്, ഡയറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും കേട്ടോ. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും കുടുംബപരമായിട്ട് ബ്ലെസ്ഡ് ആണ്, ഫാമിലി പരമായിട്ട് ബ്ലെസ്ഡ് ആണ്, ഗുരുക്കന്മാരെ കൊണ്ട് ബ്ലെസ്ഡ് ആണ്, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ബ്ലെസ്ഡ് ആണ്. എല്ലാം ദൈവവിശ്വാസികളാണ്. അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഇൻറ്റ്യൂഷൻസ് ഉണ്ട്, വിഷനുണ്ട്. എന്താ പറയുക, ഒരു ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകണം, ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം, ഒരു ചെയ്യുന്ന ജോലി എങ്ങനെ കൊണ്ടുപോകണം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതെങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ്. ഹയർ സെൽഫ് നിങ്ങളെ ഇതിൽ സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഹയർ സെൽഫ് നെഗറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. ചില സംഭവങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ചില ഭയങ്കരമായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. മറ്റ് രാജ്യങ്ങളിൽ പോകണം, ബിസിനസ് ചെയ്യണം, കരിയർ ഓക്കെ ആക്കണം, എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഓക്കെയാണ്. ബട്ട് മറ്റുള്ള ഈ ഭൂമിയിൽ വന്നിട്ട് ചില കാര്യങ്ങളോടൊരു പാഷനുണ്ട്, ചില കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു പാഷനുണ്ട്, കമ്പാഷനായിട്ടുള്ള സിറ്റുവേഷൻസ്. ഭയങ്കര ക്ഷമമുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ടും കാത്തിരിക്കും. 10 എക്സാം എഴുതിയെന്ന് പറഞ്ഞാലും 11ാമത്തെ എക്സാം പോയി എഴുതും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് വേണ്ടിയിട്ട് ചെയ്യും. ഹയർ സെൽഫിന് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ നിൽക്കുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കണക്ക് ഇപ്പം വിചാരിക്കുമായിരിക്കും ഈ ടൈമിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ നടക്കും. ബട്ട് അതൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഫാമിലിയായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, നല്ല മക്കളെ കിട്ടുന്നുണ്ട്. നല്ല പ്യൂറിസ്റ്റിക് ആയിട്ടുള്ള മക്കളോ പേരമക്കളോ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പുമായിട്ടുള്ള എന്താ സോൾ കണക്ഷനായിട്ടുള്ള ഒരു 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 സെറ്റപ്പ്, എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാരെ കണക്ട് ചെയ്ത് തരുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങളെ സംബന്ധിച്ച്. പീസ്ഫുള്ളായിട്ടുള്ള റെസൊല്യൂഷൻ, ആഗ്രഹിച്ച പോലത്തുള്ള ജോലി, ആഗ്രഹിച്ച പോലത്തുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആഗ്രഹിച്ച പോലത്തുള്ള കുടുംബം ഒക്കെ വരുന്നുണ്ട്. ഒന്നിൻ്റെ പേരിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും.
ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ന്യൂ ഡയറക്ഷൻ വരുന്നുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു ന്യൂ ഡയറക്ഷനിലോട്ട് കയറുന്നുണ്ട്. ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി അറിയണം. ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയണം. അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, ഓക്കെ. അപ്പം ആ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണിക്കുന്നത്. ചില നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, ചില അഡിക്ഷൻസ്, ചില ഇല്യൂഷൻസ്, ചില നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, കൺകെട്ട്, കണ്ണേറ്, കമ്പയർ, മറ്റുള്ളവരിൽ നിന്നും ഒരു സാധനം മേടിച്ച് കഴിക്കുമ്പോൾ പോലും സൂക്ഷിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ച് അത് അവർ മനസ്സറിഞ്ഞല്ല നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അത് സീനാവും. അത് ഫ്രണ്ടായാലും ഫാമിലി ആയാലും എന്ത് സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് റീസണേറ്റ് ആവും. അത് ഞാൻ പറയാൻ കാരണം വയ്യാണ്ട് കിടക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയപ്പം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടിരുന്നു. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, അത് പ്രോബ്ലമാണ്. ഇവിടെ കാണിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്തൊക്കെയോ പൊട്ടിച്ച് കളഞ്ഞ് അക്സെപ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ല അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നില്ല ഒന്നും. ഇവിടെ കാണുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ചില സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ചില സപ്പോർട്ട് ലൈഫിൽ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് വേണം. അതിൽ നിങ്ങൾ അഡിക്ഷൻ ആവുന്നുണ്ട്. ചില സപ്പോർട്ടിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അഡിക്ഷൻ ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണം, ഈ ഒരു വ്യക്തി എൻ്റെ കയ്യിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്നും ഇറങ്ങണം, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായിട്ട് കാണാൻ പറ്റുന്നു. ഒരുപാട് ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഹോബി ഹാബിറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് ആയിരിക്കണം, മേ ബി അൺഹെൽത്തി ആയിട്ടുള്ള അഡിക്ഷൻസും ആയിരിക്കണം. ചിലത് റിലേഷൻ ആയിരിക്കും, കരിയർ ആയിരിക്കും, അങ്ങനത്തെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. ചില നെഗറ്റീവ് ചിന്തകൾ അങ്ങനത്തെ ഉണ്ട്, ഈഗോ, അങ്ങനെ അത് അങ്ങനത്തെയൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോങ് നിങ്ങളുടെ ബോഡി അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാണും. നിങ്ങളൊക്കെ വിക്ടറി ഉണ്ടാവാൻ അത് മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബോഡി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഭയങ്കരമായിട്ടും. ബോഡി വീക്കായിട്ടിരിക്കാൻ പാടില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ജോലി അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തോട്ട് നടക്കാനോ കാര്യങ്ങളൊക്കെ ഇറങ്ങണം. മറ്റുള്ളവരെന്ത് പറയുന്നു ചിന്തിച്ച് വീട്ടിൽ തന്നെ കയറിയിരിക്കല്ലേ. അപ്പം ഇവിടെ കാണിക്കുന്നൊരു സംഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാനുണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് വരാനുണ്ട്. എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടുള്ള സക്സസ് ഉണ്ടാകുന്നുണ്ട്. റെക്കഗ്നൈസേഷൻ, ആൾക്കാരും തിരിച്ചറിയുന്ന രീതിക്ക് പബ്ലിക് ലെവലിൽ നിൽക്കുന്ന പ്രൊമോഷൻസും കാര്യങ്ങളും അവാർഡും എന്താ പറയുക സ്കോളർഷിപ്പ് വരെ കിട്ടുന്ന സെറ്റപ്പിൽ നിങ്ങൾ മാറും. അതായത് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പദവിയിലിരിക്കേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറണം. അങ്ങനത്തെ ഒരു സോളായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഹയർ സെൽഫ് പറയുന്നത് അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് മേ ബി ഏത് മേഖലകളിലും ആവാം, അത് നിങ്ങളുടെ ഏജ് എത്രയാണോ ആവാം, ബട്ട് അവർ അംഗീകരിക്കപ്പെടുന്നൊരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലായിരിക്കാം, മറ്റ് സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ സോൾ പർപ്പസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താ പറയുക, നിങ്ങളുടെ
എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മറ്റുള്ളവർ ഏതെങ്കിലും രീതിയിൽ, നിങ്ങളുടെ ബോഡി കണ്ടിട്ടായിരിക്കാം, അതുപോലെ തന്നെ എന്താ സ്പിരിച്വൽ ലെവലുള്ള കണക്ഷൻ കണ്ടിട്ടായിരിക്കാം, അതുപോലെ തന്നെ ഓറ പവർ ആയിരിക്കാം, സംസാരമായിരിക്കാം, സ്കില്ലായിരിക്കാം, സ്വഭാവമായിരിക്കാം, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതികളായിരിക്കാം. എന്തായാലും ഒരു സമയത്ത് ഒരു വിക്ടറി വരുന്നുണ്ട്, ഒരു ആഗ്രഹിച്ച പർപ്പസിലോട്ട് എത്തുന്നുണ്ട്, ആഗ്രഹിച്ച പാഷനായിരിക്കാം, ആഗ്രഹിച്ച കഴിവായിരിക്കാം, സംതിങ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളെ ഒഴിവാക്കിയതും ഇന്ന് നിങ്ങളെ നശിപ്പിച്ചതും ഇന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞതുമായിട്ടുള്ള എല്ലാ വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറും. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. അന്ന് നിങ്ങളുടെ വാശി, അല്ലെങ്കിൽ അന്ന് നിങ്ങളുടെ ആരോഗ്യം, ഇന്ന് നിങ്ങൾ ഒഴിവാക്കി ഒഴുകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, അതൊക്കെ അതിനൊക്കെ മറികടന്ന് അവിടെ വന്ന് ആ ഒരു വിക്ടറി സക്സസ്സിലോട്ട് എത്തി നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല. അന്ന് ഈ വ്യക്തികളൊന്നും ഉണ്ടാകത്തില്ല. പുതിയ പുതിയ ആൾക്കാരായിരിക്കും, പുതിയ പുതിയ വ്യക്തികളായിരിക്കും, പുതിയ പുതിയ ലൈഫ് സ്റ്റൈലായിരിക്കും. അപ്പം ഇന്ന് കാണുന്ന വ്യക്തികളെല്ലാം പാഠപുസ്തകങ്ങളാണ്. ഇന്ന് കാണുന്ന വ്യക്തികളും ഇന്ന് വരുന്ന അനുഭവങ്ങളും ഇന്ന് വരുന്ന സിറ്റുവേഷൻസും നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ലൈഫിൽ വരുന്ന ഓരോ പാഠങ്ങളാണ്, ഓരോ സിറ്റുവേഷൻസാണ്. അപ്പം വാശി വരുന്നുണ്ട്, കണ്ണിൽ തീ കാണിക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു വാശി, ആ ഒരു നേടണം എന്നുള്ള ത്വര ഉള്ള സോളാണ്. ഭയങ്കര ത്വരയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കിട്ടിയിട്ട് ഇത് അടങ്ങുള്ളൂ. ആ സാധനം കിട്ടിയല്ലാണ്ട് നിങ്ങളുടെ സോള് ഭയങ്കര പാടാണ് അടങ്ങാൻ, ഭയങ്കര പാടാണ്. അത്രയും പവർഫുള്ളാണ്, അത്രയും എനർജറ്റിക്കാണ്. ഞാൻ പറഞ്ഞ എനർജറ്റിക്കാണ്. അതിനെ ചുമ്മാ നശിപ്പിക്കരുത്. ആ ഒരു സിറ്റുവേഷൻ ആർക്കോ വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു എനർജിയിൽ നിന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു ചടുല ആ ഒരു സംഭവം, ആ ഒരു ഇതൊക്കെ നേടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിവിടെ വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഒരുപാട് വിക്ടറി വരുന്നുണ്ട്, ഒരുപാട് സക്സസ് വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പം അതൊന്നും മിസ്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് എന്താണോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അതെന്ത് സിറ്റുവേഷനാണ്, ഏത് സിറ്റുവേഷനിലായാലും ആ ഒരു വാശിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ജീവിച്ച് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. കുറേ ഇപ്പോൾ പയറ്റി പോയി കാണും, ബട്ട് പിന്നെയും ചെയ്യുക. ഇപ്പം എക്സാം ആയിരിക്കണം, റിലേഷൻഷിപ്പ് ആയിരിക്കണം, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ജോലി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം. ബട്ട് ആ ഒരു പവർ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരു വാശി നിങ്ങൾക്ക് അവിടെ ആ വാശിയിലെത്തണം. ആ ഒരു സക്സസ് ഉണ്ടാവണം, റെക്കഗ്നൈസേഷൻ, ആൾക്കാരെ അറിയുന്ന രീതിയിൽ, പ്രൊമോഷൻസ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അവാർഡുകൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടാനുള്ള ആൾക്കാരാണ്. മറ്റുള്ള സ്ഥലത്ത് നിന്നും സ്കോളർഷിപ്പ് കിട്ടും. പിള്ളേരാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ അടുത്ത് ആ കാണുന്ന ആരാണോ, അപ്പം ആ ഒരു പവറിലോട്ട് എത്തണം, ആ ഒരു എനർജിയിലോട്ട് എത്തി അവിടെ നിങ്ങളുടെ രാജ്യം അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഇത് കൊടികുത്തി അവിടെ വെക്കണം. ആ പവർ നിങ്ങൾക്ക് ഉണ്ടാവണം, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം, എങ്കിലേ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹയർ സെൽഫ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ, ബൈ.